ഇപ്പൊ അടുത്ത ബിഗ് ബോസ് വരാൻ പോണ്. അഖിൽമാരാറിന്റെ ഭാര്യ ഇനിയുണ്ടാവും. ഒട്ടും ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമുള്ളവർക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ? പിന്നെ ചേച്ചിയുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ഈ കർലി ഹെയർ അല്ലേ? ക്യൂടെക്സ് ഇട്ടായിരുന്നു ഇപ്പോഴോ? നമ്മുടെ ഇന്ത്യൻ മുടി ഈ ടെക്സ്ചർ ആണ്. എനിക്കറിയത്തില്ല. ദുബായ് അപ്പം ഈ സ്കിന്നിന്റെ ഞാൻ ടെൻഷൻ ഇല്ല, ഹാപ്പിയാണ്. ഹാപ്പി മാരീഡ് ലൈഫ് കാരണം അണ്ണനോട് ചോദിക്കും ലക്ഷ്മിയുടെ സൗന്ദര്യത്തിന്റെ അഖിലേട്ടൻ പറഞ്ഞു അഖിലേട്ടനായിരിക്കും. ബിക്കോസ് ചേച്ചി നമ്മള് ഉള്ളില് ഹാപ്പി ആവുമ്പോ അത് പുറത്ത് കാണിക്കും എന്നുള്ളൊരു ഗ്ലോ, അത് റിയാലിറ്റിയാണ്. അപ്പൊ അല്ലേ? യെസ് യെസ്. എനിക്ക് പിന്നെ മാരീഡ് അല്ലാത്തോണ്ട് എന്റെ സന്തോഷം ഞാൻ തന്നെയാണ്. വേറെ ഇപ്പൊ ഞാൻ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും? പിന്നെ പിന്നെ നിന്നെ ചുറ്റിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ഇങ്ങനെ മൈ മോം, മൈ പാരന്റ്സ്, മൈ ഫാമിലി. പിന്നെ ഇപ്പം ഇതിനകത്ത് കമന്റ് വരും, മേക്കപ്പ് ഒന്ന് അഴിച്ചാൽ ഇവളെ കാണാമെന്ന്. ഉറപ്പായിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത ബിഗ് ബോസ് വരാൻ പോണ്. അഖിൽമാരാറിന്റെ ഭാര്യ ഇനിയുണ്ടാവും. എന്തിന്? ഇപ്പൊ ഫാൻസ് ഉണ്ടല്ലോ റീലിലെ കേട്ട് ഫാൻസ് ഒന്നും പറയാൻ പറ്റില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ചേച്ചി പോകുന്നോ? വിളിച്ചാ പോവോ? ഞാൻ പോത്തില്ല. എന്നെ വിളിക്കത്തില്ല. എന്നെ എന്തിനു വിളിക്കുന്നത്? ഇല്ല. അതെന്താ പോവാത്തെ? പോകണ്ട. അണ്ണാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണോ? എല്ലാരും വരണം. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നെ പൊതുവെ ലൈഫിലുള്ള തീരുമാനങ്ങളെല്ലാം അങ്ങനെ പെട്ടെന്ന് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു സമയത്തിന്റെ ഒരു ടൈറ്റ് വെച്ചിട്ട് ഇന്നലെ വെളുപ്പിനെ 5 മണി വരെ നിന്നാ ഇത് ഈ ഒരു കണ്ടീഷനിൽ ഞാൻ എത്തിച്ചത്. കാരണം ഞാൻ 2 ഡേറ്റ് എടുത്തു. എനിക്ക് 2 ദിവസം ഞാൻ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ക്രിസ്മസിന് ഒരു മാസം മുമ്പേ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് വെച്ചത്. ഒന്നുമില്ല, ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഇതിന്റെ ഓണർ ഇത് തൊട്ട് മുമ്പ് ആർജ മെട്രിക്സ് എന്ന സലൂണായിരുന്നു. അതിന്റെ ഓണർ അലക്സ്, പുള്ളി ഇപ്പം എൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. പുള്ളിയുടെ കൂടെ വേറൊരു പാർട്ണർ നേരത്തെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് കാനഡയിലേക്ക് ഒരു മൈഗ്രേഷൻ വന്നു. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കാമെന്നൊരു പരിപാടി എന്നോട് പറഞ്ഞു. ഞാൻ മറ്റു പലരോടും സംസാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ വേറെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ. പിന്നെ അന്ന് ഇതിങ്ങനെയൊന്നുമല്ല, ഇത് നമ്മൾ ഫുള്ള് പൊളിച്ചു. ആ ആർജ മെട്രിക്സ് എന്ന് പറയുന്ന സലൂണ് ഈ ഒരു സിസ്റ്റം അല്ല, ഈ കംപ്ലീറ്റ് ടീം മാറ്റി നമ്മൾ മാറ്റാം. പിന്നെ ഒരു വിധം നമ്മൾ ആ മേടിച്ച പൈസ തന്നെ വീണ്ടും റെനോവേഷന് നമുക്ക് വീണ്ടും ചിലവായത്. പിന്നിപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആ ടി വി ഉണ്ട്, രണ്ട് ടി വി ഉണ്ട്. ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യമകത്തുണ്ട്. നമുക്കിവിടെ വെളിയിലും പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അകത്തും നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അഡീഷണൽ നമുക്ക് സെപ്പറേറ്റ് 2 റൂമുണ്ട്, 3 സ്പാ ഉണ്ട്, 10 ഹെയർ കട്ടിംഗ് ചെയർ ഉണ്ട്. അറ്റ് എ ടൈമിൽ 10 നമുക്ക് ചെയ്യാൻ പറ്റും.